ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ബ്രിഞ്ചാൽ കറി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം അരിഞ്ഞ് ഒരു പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നൈസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. വളരെ നൈസായിട്ട് അരിഞ്ഞാലും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് അരിഞ്ഞതിന് ശേഷം നമ്മൾ മസാലകളൊക്കെ ചേർക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ ഉപ്പ്, ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അതെല്ലാം അതിൽ പിടിച്ചതിന് ശേഷം നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നല്ലതായിട്ട് അത് മൂത്തതിന് ശേഷം നമ്മൾ തൈര് റെഡിയാക്കി വെക്കണം. അപ്പോൾ തൈരിലേക്ക് നമ്മൾ എന്നിട്ട് ഇത് ഇടുകയാണ്. ഇട്ടിട്ട് ഇളവണം മിക്സാക്കി എടുക്കുകയാണ്. അത്രേ ഉള്ളൂ നമ്മുടെ കറി. അപ്പോൾ ഇത് നല്ലതായിട്ട് ഫ്രൈ ആയതിന് ശേഷം ഇത് തൈരിലോട്ട് ഇടുകയാണ്. തൈരിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ അടുത്തത് കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിച്ച് ഇതിലോട്ട് ഇട്ടാൽ മതി. എന്നിട്ട് നമ്മളിത് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതേ കടുക് പൊട്ടിക്കാണ്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കടുകിട്ട് പിന്നെ നമ്മൾ ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയുമാണ് കടുക് പൊട്ടിക്കാൻ എടുക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ നല്ലതായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് നമ്മൾ ചേർക്കുകയാണ് ചെയ്യുന്നത്. അത് ചേർത്തതിന് ശേഷം നമ്മൾ നല്ലതായിട്ട് അത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കടുക് പൊട്ടിച്ചത് അതിലേക്ക് ഇടുകയാണ്. അതിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് കഴിക്കാവുള്ളൂ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണുന്നവരെ ബൈ ഡിയേഴ്സ്.